ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പുതിയ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യൻ തൊഴിൽ മേഖലയുടെ പ്രത്യേകതകളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു തൊഴിലാളികളുടെ തരംതിരിവ്, ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ. വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദെയർ ഓൺ എൻ്റർപ്രൈസസ് ടു ഏൺ എ ലിവിങ് ആർ കാൾഡ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്. ജീവിതവൃത്തിക്കായിട്ട് സ്വന്തം സ്ഥാപനം നടത്തുന്നവരെയാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഷോപ്പ് ഉടമകൾ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ, അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകൾ, ഹോട്ടൽ ഉടമകൾ, കൊല്ലപ്പണിക്കാർ, ഇവരൊക്കെ എന്താണ് ഈ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളിൽ ഉൾപ്പെടുത്താവുന്നവരാണ്. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് കൂലിപ്പണിക്കാർ, കാഷ്വൽ വേജ് ലേബറേഴ്സ്. വർക്കേഴ്സ് ഹു ഗെറ്റ് ഡെയിലി വേജസ് ആർ കാൾഡ് കാഷ്വൽ വേജ് ലേബറേഴ്സ്. ദേ ഗെറ്റ് നോ അലവൻസസ്. തൊഴിലാളികളിൽ പലരും കൂലിപ്പണിക്കാരാണ്. കൃഷിത്തോട്ടങ്ങളിലും കമ്പനികളിലും നിർമ്മാണ സ്ഥലത്തുമെല്ലാം ജോലിയെടുക്കുന്നവരാണ് ഈ കൂലിപ്പണിക്കാരെന്ന് പറയുന്നവർ. ഇവർക്ക് ജോലിയുള്ളപ്പോൾ ദിവസക്കൂലിക്ക് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു കൂലിപ്പണിക്കാരെന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഫാം വർക്കേഴ്സ്, തോട്ടത്തൊഴിലാളികൾ, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, നിർമ്മാണ തൊഴിലാളികൾ, ഇതൊക്കെ എന്താണ് ഈ കാഷ്വൽ വേജ് ലേബറേഴ്സിന് ഉദാഹരണങ്ങളാണ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, സ്ഥിരം വേതനം വാങ്ങുന്ന ജീവനക്കാർ. പീപ്പിൾ എംപ്ലോയ്ഡ് ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ഗെറ്റിംഗ് റെഗുലർ സാലറി ആൻഡ് അലവൻസസ് ആർ കാൾഡ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. എക്സാമ്പിൾ ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്റ്റാഫ് എക്സെട്ര. സ്ഥിരം വേതനം വാങ്ങുന്ന ജീവനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നു. സർക്കാർ ജോലി, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലി, സ്വകാര്യ മേഖലയിൽപ്പെട്ട കമ്പനികളിലെ ജോലി, ഇത്തരം ജോലികളെല്ലാം എന്തിലുൾപ്പെടും? സ്ഥിരം വാങ്ങുന്ന ജീവനക്കാർ എന്നുള്ള ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്റ്റാഫ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ പ്രധാനമായിട്ടും വർക്കേഴ്സിന്, തൊഴിലാളികളെ ഈ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്, കാഷ്വൽ വേജ് ലേബറേഴ്സ് ആൻഡ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാപനം നടത്തുന്നവരെയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. കാഷ്വൽ വേജ് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരാണ്. കൃഷിത്തോട്ടങ്ങളിലും കമ്പനികളിലൊക്കെ നിർമ്മാണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാഷ്വൽ വേജ് ലേബറേഴ്സാണ്. റെഗുലർ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം വാങ്ങുന്ന ജീവനക്കാർ. ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്റ്റാഫ്, ഇവയൊക്കെ എന്താണ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ് അർബൻ ആൻഡ് റൂറൽ. അതായത് ഇന്ത്യയിൽ ഈ ഒരു അർബൻ ആൻഡ് റൂറൽ സെക്ടറിൽ ഈ 3 രീതിയിൽ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ 3 ക്ലാസിഫിക്കേഷനിലും എത്രയെല്ലാം പേഴ്സൻറ്റേജ് ഓരോ ആളുകളും ജോലി ചെയ്യുന്നുണ്ട്, ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പൈ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ മനസ്സിലാക്കാം. ഇന്ത്യയിലെ തൊഴിലാളികളിൽ ഏറ്റവും വലിയ വിഭാഗം സ്വയം തൊഴിൽ കണ്ടെത്തിയവരാണെന്ന് ഈ ഒരു പൈ ഡയഗ്രത്തിൽ കാണാൻ സാധിക്കും. നഗരപ്രദേശങ്ങളിലേക്കാൾ ഗ്രാമപ്രദേശങ്ങളിലാണ് സ്വയം തൊഴിൽ കണ്ടെത്തിയവരിൽ കൂടുതലുള്ളത്. ഗ്രാമങ്ങളിൽ കൃഷിയാണ് പ്രധാനമെന്നതാണ് ഇതിന് കാരണം. കൃത്യമായി ശമ്പളം വാങ്ങുന്നവർ ഗ്രാമപ്രദേശങ്ങളിൽ കുറവാണ്. ഇവരിലധികവും നഗരപ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ കൂലിപ്പണിക്കാരും നഗരപ്രദേശങ്ങളിലുള്ളതിലധികം ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ തരംതിരിവും, അതേപോലെ തന്നെ ഇന്ത്യയിൽ തൊഴിലാളികൾ നഗര ഗ്രാമീണ നിലയ്ക്ക് എത്രയെല്ലാം പേഴ്സൻറ്റേജ് റൂറൽ വർക്കേഴ്സായിട്ടുള്ളവരുണ്ട്, അതേപോലെ തന്നെ അർബൻ വർക്കേഴ്സായിട്ടുള്ളവരുണ്ട് എന്നുള്ളതൊക്കെയാണ് കണ്ടു കഴിഞ്ഞത്. That is all about today's class. We will meet in the next class with a new topic.
ഓക്കെ, താങ്ക് യു.